സഖാവേ, എന്തെന്നാടോ എന്താ ഇവിടെ ടിയാൻമൻ സ്ക്വയർ ഉണ്ടാക്ക? ഒന്ന് സംസാരിക്കണം സഖാവിനോട്. ഈടുന്ന വേറെ പലയിടത്തും വന്ന് കാണാൻ നോക്കി, സാധിച്ചില്ല. നമ്മടെ ആളാ, നിങ്ങൾ പോയി കാറിലിരുന്ന. ആ അങ്ങോട്ട് നിക്ക. എന്തിനു ചെല്ലപ്പോ? അയ്യോ, ഇതാര്? എത്ര നാളായതോട്ടെ കണ്ടിട്ട്. ഇനിയിപ്പം വന്നല്ലേ പറ്റൂ. നമ്മടെ ആശുപത്രി വരാൻ പോവല്ലേ, അനക്കൊക്കെ വേണ്ടി തന്നെയാണോടോ. ഒരു സോഡയാവാ എടുക്കാം. അനക്ക് വേണോ? കോട്ടി സോഡ എടുക്കടോ, അറിയില്ലേ? പഴയ ശീല. അച്ഛന് പണ്ട് വാങ്ങിത്തരാൻ പാങ്ങുള്ള 2 സാധനങ്ങളാ. ഒന്ന് ഇതും, പിന്നെ ആ ഗ്യാസിന്റെ മുട്ടായും. അതും കൊല്ലത്തിലൊരിക്കല്. അനക്കിപ്പം വേറെ സൂക്കോടൊന്നുമില്ലല്ലോ. സഖാവിനോടൊരു അപേക്ഷയുണ്ട്. ആ അലിയാരെ ഒന്നും ചെയ്യരുത്. ആരാ നീ അലിയാര്? ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് സഖാവെ, പാവങ്ങളാണ്. ആരാ നീ അലിയാര്? ഓ, ദ കമ്മ്യൂണിസ്റ്റ് അല്ല? ഞാൻ കാല് പിടിക്കാം. കോടികളുടെ അഴിമതി, സംശയത്തിന്റെ ചൂണ്ടുവിരൽ കൈതേരി സഹദേവനിലേക്ക്. അന്നോടെനക്ക് പറയാനുള്ളതൊക്കെ അന്നേ ഞാൻ ഫോണിൽ പറഞ്ഞതാ. ഇനിയും വിശദമായിട്ട് പറയണോ? പറയാ. ചെമ്പാട ഡാമിന്റെ അറ്റകുറ്റപ്പണിക്കും ടർബൈൻ മാറ്റിവെക്കുന്നതിനും ചെക്ക് ഡാമിന്റെ പുറംമതിൽ കെട്ടുന്നതിനുമായി കനേഡിയൻ കമ്പനിയുമായി 2007 കരാറിൽ കമ്മീഷൻ വേണമെന്ന് വാദിച്ചതും വാങ്ങിയതും ഞാനാന്ന്. പച്ച കാശായിട്ട് എനക്കത് കിട്ടിയത്. 3.25 കോടി രൂപയായിരുന്നു കമ്മീഷൻ. പക്ഷെ അതിലൊരൊറ്റ പൈസ സഹദേവനെടുത്ത് ഉണ്ടിട്ടുമില്ല, ഉടുത്തിട്ടുമില്ല. ഉണ്ണിപ്പിച്ചിട്ടേ ഉള്ളൂ, ഉടിപ്പിച്ചിട്ടേ ഉള്ളൂ. സഖാവിന്റെ മകന്റെ ബർമിംഗ്ഹാമിലെ കോഴ്സ് കഴിഞ്ഞു. പ്രധാന വിഷയങ്ങളിലുള്ള അവന്റെ പ്രകടനം മോശമാണെന്നും രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ടുവരണമെന്നും പറഞ്ഞ് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ചീഫ് സഖാവിന് ഒരു കത്തയച്ചിരുന്നു. ഒരു സായിപ്പ് 2009. ഓർമ്മയുണ്ടാവും. സഖാവ് ലണ്ടനിൽ പോയി ബിഗ് ബെൻ കണ്ടു, മാർക്സിന്റെ ശവകുടീരം കണ്ടു, ഏവണിൽ ഷേക്സ്പിയറിന്റെ വീട് കണ്ടു, ബേക്കർ സ്ട്രീറ്റിൽ പോയി. ഇതിനേക്കുള്ള പണം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായ സഖാവിന് എവിടെ നിന്നുണ്ടായെന്ന് ചോദിച്ചാൽ, നിന്റെ അച്ഛൻ ചാത്തൂനെ പറ്റി കേട്ടിട്ടുണ്ടാ? എനക്കൊരു ഇളയപ്പനുണ്ടായിരുന്ന അമ്പു, കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടോ? നഞ്ഞ് കേക്കാത്ത കുറെ ഉണ്ട്. ചാത്തൂന്റെ അച്ഛൻ രാമൻ നായന്മാരെ പറമ്പിലേയും കണ്ടത്തിലേയും എല്ലാ മഴയും വെയിലും കൊണ്ടോൻ. രാമൻ പണിക്ക് പോകുമ്പം ചാത്തു അമ്പും കൂടെ ചെല്ലും. ഇതിന് ഉച്ചക്ക് കുറച്ച് കുളുത്തു കിട്ടും. എന്നാ തെങ്ങിന് തടം വെട്ടുമ്പോ ഒരു വേര് മുറിഞ്ഞാലോ, വരമ്പിടുമ്പോ ഒന്ന് വളഞ്ഞാലോ പുളിങ്കമ്പൂണ്ടുള്ള അടിയ. അന്ന് ഉച്ചക്ക് കുളുത്തല്ല. അതാണെങ്കിലോ പറമ്പിലോ കണ്ടത്തിലോ ഏടിയാ പണിയുന്ന ചാടത്തന്നെ മണ്ണിലൊരു കുണ്ടുമാന്തി ഇലട്ട് 20 അടി ദൂരെ മാറി നിൽക്കണം. മണ്ണ് കുത്തിയ കുണ്ടില് കോമ്പാള കൂട്ടി ഇലയില് തമ്പുരാട്ടി കുളുത്തവാരും. വസൂരി വന്ന് രാമൻ ചത്തേരം ചാത്തൂന്റെ അമ്പൂന്റെ കണ്ണുന്നൊരിറ്റ് കണ്ണീര് പോലും വന്നിട്ടില്ല. എന്താ കാരണം? ഓർക്കന്ന് ചാരി പിടിച്ചു നിൽക്ക ഓറന്ന വരമ്പത്ത് കുഴിച്ചിട്ട് ഒരു ചെങ്കുടീന്റെ കാലുണ്ടേ. നീ അന്നയിനോറെ ഓരോളേറെ ആയിട്ടു ആ ചെങ്കൊടീന്റെ ബലത്തില ചാത്തു റോഡിലിറങ്ങി നടുനീർത്തി നടന്നത്. ആ ചാത്തൂന്റെ അമ്പൂന്റെ ചോര കണ്ട് വളർന്നോനാണടാ സഹദേവൻ. സഹദേവന്റെ കാലായ പെക്കും ചെങ്കൊടീന്റെ കാല് വലുതായി. രാമൻ ഗുണ്ടുമാന്തി, ചാത്തു അമ്പ് ആടെ കൊടി നാട്ടി. സഹദേവൻ ആ കൊടി ഉയരത്തില് പാറിക്കാളിപ്പിക്കും. സഹദേവന്റെ മക്കൾ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കും, വളരും. ബൂർഷാനെ തോപ്പിക്കാൻ ബൂർഷായിട്ട് കാര്യമില്ല, ബൂർഷന്റെ അച്ഛനാവണം. അല്ലാണ്ട് പറ്റൂല. ഇത് എന്റെ തത്വശാസ്ത്രം. ഇതനുസരിച്ചേ ഞാൻ നീങ്ങൂ.
എന്റെ വൈക്കെങ്ങാനും ഇതുപോലെ വന്ന് നിന്നാല് പാറത്തി കളയും ഞാൻ. സഹദേവൻ പൈസക്കാരനാണെന്നും പൈസക്കാരുടെ കമ്മ്യൂണിസ്റ്റാണെന്നും ഇനിയും എന്റെ കൂടെയുള്ള നായിന്റെ മക്കളുണ്ടല്ലോ ഓറും പറയും. ഒരൊറ്റ തവണ പിന്നൊരക്ഷരം മിണ്ടൂല. കണ്ണിക്കടുമാങ്ങന്റെ വായ കെട്ടും പോലെ കെട്ടും ഞാൻ ഓന്റെയൊക്കെ വായ. പാർട്ടിന്റെ കൂടെ നിൽക്കണ പാവങ്ങളെ മാത്രമേ ഈ സഹദേവൻ എന്നും പാവായിട്ട് കൂട്ടിയിട്ടുള്ളൂ. ആ പാവങ്ങൾക്ക് വേണ്ടിയ ഈ രാമന്റെ മോന്റെ മോൻ സഹദേവൻ എന്നും നടക്കുന്നത്. ഇനി അടക്കമുള്ള ആളുകൾക്ക് അണ്ണാക്ക് കുത്താൻ വിളമ്പി തിന്നത് ഞാനാണടാ. ഈ ആതുര സേവനം നടത്തുന്ന അനാഥാലയം, അന്റെ ഡൽഹിക്കാരി ഭാര്യ പത്രമെഴുത്ത് ക്ലാസ് എടുക്കുന്ന ആ കോളേജും ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ നേടുന്നാണടാ പൈസ. ചെമ്പട ഡാം, ടർബൈൻ, ചുറ്റുമതിൽ, സംശയത്തിന്റെ ചൂണ്ടുവിരൽ, സഹദേവൻ. കാൽപന്ത് കളി എനക്ക് വലിയ ഇഷ്ട. ഇടത് കാലുകൊണ്ട് ഗോളടിക്കണമെങ്കിൽ വലത് കാലിൽ നിന്നാലേ പറ്റൂ. കളി കഴിഞ്ഞ് രണ്ട് കാലിലും നടന്ന് വീടെത്തണമെങ്കിൽ ലെഫ്റ്റ് 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 എന്നല്ല, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ പറഞ്ഞോണ്ടേ പോവാൻ പറ്റൂ. അണക്കറിയാലോ അതങ്ങനെയല്ലാതെ വന്നാലുള്ള ബുദ്ധിമുട്ട്. സഖാവിന്റെ നയപ്രസംഗം കേൾക്കാനല്ല ഞാൻ വന്നത്. പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ കൊടുത്തതിനെ വാങ്ങിയതിന്റെ കണക്ക് പുസ്തകം കാണിക്കാനുമല്ല. അത് ചെയ്താൽ പിന്നെ ഞാനും സഖാവും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. നീ പണ്ടൊരിക്കൽ എന്നോട് കുരുത്തിട്ടുണ്ട്. എനക്ക് വേണമെങ്കിൽ അന്നേ നിന്നെ തീർക്കാമായിരുന്നു. അത് ഞാൻ ചെയ്യൂല. എന്നെ ഞാൻ തൊടൂല്ല. എൻ്റെ അച്ഛനോട് എനക്ക് വലിയ ബഹുമാന. അയാൾ എൻ്റെ ഒരു കാർന്നോരെ പോലെയായിരുന്നു. മണ്ടൻ, പക്ഷേ ആണത്തമുള്ളവൻ. ഇനി മേലിൽ ഇതുപോലെ കേറി വട്ടോട്ട് നിൽക്കരുത് കേട്ടാ. സഖാവേ, പാർട്ടിക്ക് തോക്ക് ഉപയോഗിക്കാം, പക്ഷെ തോക്ക് പാർട്ടി ഉപയോഗിക്കാതെ നോക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല, മാവോയുടെ വാക്കുകൾ. സമാധാനവാദികളുടെ ഒരു വിപ്ലവം ആദ്യം ഉണ്ടാവും. അത് കേട്ടില്ലെന്നും കണ്ടില്ലെന്നും നടിച്ചാൽ പിന്നെ വരുന്നത് ഭ്രാന്തന്മാർ നയിക്കുന്ന വിപ്ലവമായിരിക്കും. വാ കേറിക്കോ, അടുത്ത കവലയിൽ ഇറക്ക. വേണ്ട, ഇടതുകാലിന് ശേഷിക്കുറവുണ്ട്, പക്ഷെ നടക്കുമ്പോൾ ഇപ്പോഴും അതിനാവുന്നു.